ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൂപ്പർ ടേസ്റ്റി യമ്മി ശർക്കര പൊങ്കലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊങ്കൽ ഫെസ്റ്റിവൽ ഓൺ ദി വേ ആണ്. അപ്പോൾ അതിനെ എങ്ങനെ ചെയ്യാം, എളുപ്പത്തിൽ കുക്കറിൽ ജസ്റ്റ് 10 മിനിറ്റ്സിൽ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു ഷൂസ് ആൻഡ് മീനസ് കോർണർ. അപ്പോൾ പൊങ്കൽ ഫെസ്റ്റിവൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇന്ന് ചക്കര പൊങ്കൽ ചെയ്യാൻ പോകുന്നു. അതായിട്ട് ഞാൻ ഈ ടംബ്ലറിൽ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇറ്റ് മീൻസ് 300 ഗ്രാംസ് റാ റൈസും പിന്നെ 100 ഗ്രാംസ് നമുക്ക് ചെറുപരിപ്പ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 400 ഗ്രാംസ് ആണ് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ പച്ചരിയും പിന്നെ ചെറുപരിപ്പും നന്നായിട്ട് കഴുകി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുക്കർ എടുക്കാം. ഞാൻ 5 കപ്പ് വെള്ളം വച്ചിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിൽ അരി എടുത്തോ ആ കപ്പിൽ നമുക്ക് വെള്ളം വെച്ചാൽ മതി. 5 കപ്പ് വെള്ളം പിന്നെ 1 കപ്പ് പാലായിട്ട് നമുക്ക് ചേർക്കാൻ പോകുന്നു അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരി ഈ തിളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് നന്നായി മിക്സാക്കി കൊടുത്തിട്ട് ചെറിയ ചൂട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 1 വിസിൽ വന്ന ശേഷം അടുപ്പ് സിമ്മിൽ വയ്ക്കുക. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ കുക്കർ അടച്ചു വെച്ചു. ഇനി നമുക്ക് ശർക്കര റെഡിയാക്കി എടുക്കാം. ഞാൻ ശർക്കരയെ ഒരു പാനിലിട്ടിട്ടുണ്ട്. 1 കപ്പ് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് കുറച്ച് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കരഞ്ഞതിന് ശേഷം നല്ല തിളച്ച് വരണം, ബോയിലായി വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്ട്രിങ് കൺസിസ്റ്റൻസി വേണ്ട, ഇച്ചിരി നന്നായിട്ട് ബോയിലാവണം. ശർക്കര ബോയിലാവുമ്പോൾ അതിന് സ്പെഷ്യൽ മണമുണ്ട്. അപ്പോൾ അത് അരോമ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ബോയിലാക്കുന്നത്. അപ്പോൾ ഈ സമയം നമുക്ക് 2 ഏലക്ക നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കഴിക്കുമ്പോൾ ഏലക്ക വന്നു കഴിഞ്ഞാൽ അത് ഇച്ചിരി സങ്കടം തോന്നും. എനിക്ക് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഫിൽറ്റർ ചെയ്യുമ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ എളുപ്പത്തിലാണ്. അപ്പോൾ ഇത്രയും നമുക്ക് നല്ല ബോയിലായി ഇങ്ങനെ ബബിൾസൊക്കെ വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ ഡസ്റ്റ് മണ്ണ് അതൊക്കെ ഉണ്ടാവും. കണ്ടോ എത്രയും ഡസ്റ്റ് ഉണ്ടെന്ന്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫിൽറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കുക്കർ കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ്സ് സിമ്മിൽ വെച്ച് അടുപ്പ് ഓഫ് ചെയ്തു. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഇങ്ങനെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ശർക്കര പൊങ്കലുടെ സ്റ്റേജ് ഇതാണ്, നല്ല കുഴഞ്ഞ് വരണം. നല്ല സ്മാഷ് ആവുന്ന രീതിയിൽ ഉണ്ടായാലേ അത് നല്ല കഴിക്കാൻ ഒരു സൂപ്പർ ടേസ്റ്റ്, നല്ല സ്വാദായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി മിക്സാക്കി നല്ല സ്മാഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ച ശർക്കരയുടെ സിറപ്പ് ഉണ്ടല്ലോ അത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഫിൽറ്റർ ചെയ്ത ശർക്കര സിറപ്പ് ഉണ്ടല്ലോ അത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ല മിക്സാക്കി കൊടുക്കണം. ഇതിങ്ങനെ നല്ല ടൈറ്റ് കൺസിസ്റ്റൻസി വരണം, ഇതുപോലെ ഇങ്ങനെ ബബിളും വരണം. ആ സമയം നമുക്ക് തേങ്ങ ഒരു 3 സ്പൂൺസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് അടി പിടിക്കാണ്ട് നമുക്ക് നല്ല മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് മുന്തിരി ഒന്ന് വറുത്ത് കൊടുക്കാം. ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ട കാഷ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്സ് ചേർത്ത് കൊടുത്ത് അത് നന്നായി ഫ്രൈ ആവണം. അത് ഇച്ചിരി ബലൂൺ ഷേപ്പിൽ വരുള്ളൂ. ആ സമയം നമുക്ക് ഓഫ് ചെയ്ത് ശർക്കര പൊങ്കലോട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ഇടുമ്പോൾ നല്ലൊരു സൂപ്പർ സ്മെൽ വരും. അപ്പോൾ നമുക്ക് ഇതും കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ സ്ഥലത്തും നമുക്ക് നെയ്യ് വരുന്ന പോലെ നല്ല മിക്സാക്കി കൊടുത്താൽ നല്ല സൂപ്പർ സ്മെൽ വരും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ കുക്കറിൽ എളുപ്പത്തിൽ തമിഴ്നാട് സ്റ്റൈൽ പൊങ്കൽ നമുക്ക് ചെയ്യാം. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ടാൻ, ഹാപ്പി പൊങ്കൽ! സൂപ്പർ പൊങ്കൽ നല്ല റെഡി ആയിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റൈലിൽ കിടിലൻ പൊങ്കലാണ്. ഭയങ്കര ഈസി ആയിട്ട് കുക്കർ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി പൊങ്കൽ!